ഒരു 3.5 ഫീറ്റിൻ്റെ നെറ്റിപ്പട്ടം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതിലൊട്ടിക്കേണ്ട മുത്തുകളെല്ലാം ഇങ്ങനെ ഷീറ്റ് പോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കതെല്ലാം അടർത്തിയെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വെൽവെറ്റ് ക്ലോത്തും ഫ്രണ്ടിലേക്കായിട്ട് ഗോൾഡൻ ക്ലോത്തും കനത്തിന് വേണ്ടി ക്യാൻവാസ് ക്ലോത്തുമാണ്. ഇനി നമുക്ക് വേണ്ട പാറ്റേൺ ഒരു ന്യൂസ് പേപ്പറിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 42 ഇഞ്ച് ലെങ്ത്തും 11 ഇഞ്ച് വെട്ടുമുള്ള ഒരു റെക്ടാങ്കിളിന്റെ അകത്താണ് പാറ്റേൺ വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ 3 തുണികളും ഈ അളവ് വെച്ച് മുറിച്ചെടുക്കാം. നമ്മുടെ പാറ്റേണിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് കൂടുതൽ എടുത്താണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. സൈഡിൽ മടക്കി വെക്കാനും പിന്നെ തൊങ്ങൽ ഒട്ടിക്കാനുമായിട്ടാണ് നമ്മൾ ഈ സ്പേസ് എടുക്കുന്നത്. ഇനി നമുക്ക് ഗോൾഡൻ ക്ലോത്തും ക്യാൻവാസ് ക്ലോത്തും ഒട്ടിക്കാനായിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം. വെൽവെറ്റ് ക്ലോത്തോടെ പശ വെച്ചൊട്ടിച്ചതിന് ശേഷം 3 തുണികളും ഒരുമിച്ചൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി ഒറ്റ വെള്ളം ഒന്ന് നമുക്ക് മടക്കി ഒട്ടിക്കാം. മൂലഗണപതിയെ വെച്ച് വേണം എപ്പോഴും നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട്. പിന്നെ നമുക്ക് ത്രിമൂർത്തികളെയും ലക്ഷ്മി ദേവിയെയും സരസ്വതി ദേവിയെയും പാർവതി ദേവിയെയും വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചൂരൽപ്പൊളി ഓരോന്നിൻ്റെയും ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഒന്ന് വെച്ച് നോക്കി ചോക്ക് പീസ് കൊണ്ട് വരച്ചതിന് ശേഷമാണ് ഒട്ടിക്കാൻ തുടങ്ങിയത്. ഇനി നമുക്ക് ബോർഡറിൽ മുത്തുകൾ ഒട്ടിക്കാൻ തുടങ്ങാം. ഞാനിവിടെ ചുറ്റിനും 2 ലെയറും പൊക്കത്ത് 1 ലെയറുമായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ചൂരൽപ്പൊളികൾ ഡിസ്കായിട്ടും അതുപോലെ തന്നെ ഷീറ്റായിട്ടും നമുക്ക് ലഭിക്കും. ഡിസ്ക് ആകുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഒട്ടിച്ചു തീർക്കാൻ കഴിയും. ഇനി നമുക്ക് ചന്ദ്രക്കലകൾ ഒട്ടിച്ചു കൊടുക്കാം. 7 എണ്ണമാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അതും വലുപ്പം കൂടുതലിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇനി ഇതിന്റെ സൈഡിലേക്കായി അഷ്ടവസ്തുക്കളെയും നവഗ്രഹങ്ങളെയും വെച്ചു കൊടുക്കാം. മുകളിലായി പഞ്ചഭൂതങ്ങളെയും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ഫില്ലിംഗ് ബോൾസ് കൂടെ ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. നമ്മുടെ ഒരു ബേസിക് പാറ്റേണിൽ ഇത്രയുമൊക്കെയാണ് വരുന്നത്. വലുപ്പം കൂടുന്നതനുസരിച്ച് ഓരോന്ന് കൂടിക്കൂടി വരും. ഈ ഓരോ ചെറിയ മുത്തുകളും നക്ഷത്രങ്ങളായാണ് സങ്കല്പിക്കുന്നത്. ഇത് ഓരോന്നിൻ്റെയും ചുറ്റിനും വട്ടത്തിൽ വെച്ചു പോകുമ്പോഴാണ് നെറ്റിപ്പട്ടത്തിന് ഭംഗി കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒട്ടിച്ചു തീർക്കാനായിട്ട് കുറച്ചധികം സമയം നമ്മൾ എടുക്കും. ഇനി നമുക്ക് പടിയുടെ ചുറ്റിനും ഒരു സ്വർണത്തിന്റെ ലേസ് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ അവിടെ കൊടുക്കാം. സൈഡിലേക്കുള്ള തൊങ്ങലിന് വേണ്ടിയിട്ട് പല നിറത്തിലുള്ള വൂളൻ ത്രെഡ് ഒരു കാർഡ്ബോർഡ് പീസിൽ 15 തവണ ചുറ്റിയതിനു ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഒരു വലിയ ചരടിൽ കെട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ചുറ്റുമുള്ളതിലേക്ക് ഒരു നിറം 10 എണ്ണം വെച്ച് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി താഴെയുള്ള കുഞ്ചലത്തിന് വേണ്ടി ഇതുപോലെ തന്നെ ചുറ്റിയെടുത്തതിന് ശേഷം ഒരുമിച്ച് കെട്ടിട്ട് അതിലേക്ക് കയറ്റി വെക്കാം. ഇനി ഇതെല്ലാം നമ്മൾ ചുറ്റിലും ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.